വതരായിരിക്കണം. ദിലീപിന്റെ ഒരു സിനിമയുണ്ട്, ഏതാണ് അതിന്റെ പേര്, ജോക്കർ അല്ലേ? അതിനകത്തൊരു പാട്ടുണ്ട്, ഏതാ അത്? രാഘവൻ സാറെ, കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, കേട്ടിട്ടില്ലേ? നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് വീട്ടിൽ വെച്ചിട്ട് ഇറങ്ങിക്കണം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ നല്ല ഒരു ചിരി, ഉറങ്ങുമ്പോഴും ആ ചിരി ഉണ്ടായിരിക്കണം. ഇന്ന് മുതൽ അത് ചിരിച്ചോളൂ. ഈ വണ്ടിയിൽ സ്പീഡിൽ പോകണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് നല്ല ഒരു ചിരിയാണ്. ബാക്കി ഞാൻ പറഞ്ഞുതരാം. റെഡിയാണല്ലോ? യെസ്. സോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് RCM അഭിയാൻ. RCM ബിസിനസ് എന്നാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പേര് മാറ്റി ഇനി ബിസിനസ് പറയാൻ പാടില്ലെന്നാണ് TCG പറഞ്ഞത്. ആരെങ്കിലും ഉണ്ണേട്ട ബിസിനസ് എന്ന് പറഞ്ഞാൽ 108 പ്രാവശ്യം അവരെ കൊണ്ട് അഭിയാനം എഴുതിക്കണം. ഓക്കെ, സോ നോ മോർ ബിസിനസ്, ഇറ്റ് ഈസ് അഭിയാൻ. അഭിയാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും വേണ്ടി കൂട്ടായി ചെയ്യുന്ന ഒരു നന്മ, അതാണ് അഭിയാൻ. എല്ലാവർക്കും വേണ്ടി. നമുക്കറിയാവുന്ന ഏത് ഓർഗനൈസേഷൻ, അത് റിലീജിയസ് ആവട്ടെ, പൊളിറ്റിക്കൽ ആവട്ടെ, എന്തു ആവട്ടെ, അവരുടെ ആളുകൾ അല്ലെ നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞിട്ടാണ്. ശരിയാണോ? പക്ഷേ RCM അങ്ങനെയല്ല. RCMകാർക്ക് വേണ്ടി ആയിട്ട് ഒന്നും ചെയ്യുന്നില്ലണ്ടോ? മരം നട്ടുപിടിപ്പിക്കുന്നു, ആർക്ക് വേണ്ടിയാ? എല്ലാവർക്കും വേണ്ടിയാണ്. ഹെൽത്തി പ്രൊഡക്ട്സ് കൊടുക്കുന്നു, ആർക്ക് വേണ്ടിയാണ്? എല്ലാവർക്കും വേണ്ടിയാണ്. അതുകൊണ്ടാണ് പ്രാണഗീതിന്റെ അവസാനത്തെ സ്റ്റാൻസ എന്താ പറയുന്നത്? പ്രാണഗീതി ചൊല്ലിയോ അവിടെ? പൂരണ ഹോഗി സബ്കി ആശ, ഈ RCM കി അഭിലാഷ. എല്ലാവരുടെയും സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടട്ടെ, അതാണ് RCM ആഗ്രഹിക്കുന്നത്. അതായിരിക്കണം നമ്മുടെ മെന്റാലിറ്റി, മനോഭാവം. റൈറ്റ്? സോ RCM അഭിയാൻ. ഹൗ ടു അച്ചീവ് ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത്. RCMൽ ഗ്രോത്ത് ആണ് പ്രധാനം, പിൻ ലെവലല്ല, വരുമാനമല്ല. ഇത്രയും നേരവും നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, തുടങ്ങിയ സമയത്ത് ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഇല്ലാതിരുന്ന അനവധി ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വർഷത്തിനുള്ളിൽ വന്ന ആളുകൾക്ക് RCM ഇങ്ങനെ വളർന്നു വന്നതെന്ന് അറിയില്ല. അത് അറിയണമെങ്കിൽ വല്ലപ്പോഴും ഇവിടെയൊക്കെ വരണം, ഈ പാത്ത് ഓഫ് ജേണി അറിയണം. അപ്പോഴാണ് നാം എത്ര അനുഗ്രഹീതരാണെന്ന് മനസ്സിലാവുക. സുജി സാറും ഞാനും അതുപോലെ വിനോദമൊക്കെ ഉള്ള ആളുകൾ വരുമ്പോൾ RCMൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ 3 പാന്റിന്റെ ഷർട്ടിന്റെ തുണി കമ്പൽസറി വാങ്ങിക്കണം. ചില സ്ത്രീകൾ പറയും, ഞങ്ങളുടെ വീട്ടിൽ പാന്റ് ഇടുന്നവരാരുമില്ല, ഇത് വാങ്ങിച്ച് എന്ത് ചെയ്യും? അന്ന് ഇത്രയധികം സാർവത്രികമായിട്ട് ആളുകൾ പാന്റ് ഉപയോഗിക്കാറുമില്ല. ആണുങ്ങളാണെങ്കിൽ ശരി. അന്ന് എയർഫോഴ്സിൽ ജോലിയുള്ള സമയത്ത് എനിക്കൊരു മാസം കിട്ടുന്ന ശമ്പളത്തിന്റെ 1/3 വേണം 1500 രൂപ കൊടുത്ത് ആ കിറ്റ് വാങ്ങിക്കാൻ. എനിക്ക് വേണ്ടെന്ന് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി എതിർക്കാൻ നോക്കി. പക്ഷേ നല്ല സുഹൃത്തുക്കൾ നിരന്തരം ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ, അല്ലേ ജിതേഷ്, എന്ത് ചെയ്യും? ജിതിൻ സ്വീകരിച്ചു പോകും അല്ലേ? ജിതിന് വലിയ ഭാഗ്യവാനാണ്, അച്ഛനാണ് മകൻ ഇത് കൊടുത്തത്. അങ്ങനെ നിർബന്ധത്തിന് വിധേയനായി വന്ന ആളുകളാണ് നമ്മളിൽ പല ആളുകളും. ശരിയാണോ? അപ്പോ ഇന്ന് നമുക്ക് വളരാൻ വേണ്ടതെല്ലാം RCMലുണ്ട്. അപ്പോ നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് പർച്ചേസ് വോളിയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അളക്കുന്നത്. ശരിയാണോ? ഞാനും എനിക്ക് ശേഷം വന്നിട്ടുള്ള എൻ്റെ ടീമിലുള്ളവരും കൂടെ എത്ര ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു, എത്ര ആളുകളെ കൂടുതൽ നമ്മുടെ കൂടെ കൊണ്ടുവരുന്നു, അതനുസരിച്ചാണ് നമ്മുടെ വളർച്ച അളക്കുന്നത്. ശരിയാണോ? സോ നമ്മുടെ ഗ്രോത്ത് ആണ് മെയിൻ. അതിനെന്താ വേണ്ടത്? ഒരു ഓപ്ഷനാണ് ന്യൂ ജോയിനിങ്. ഒരാളെ എങ്ങനെ RCMലേക്ക് കൊണ്ടുവരാം, അവർക്ക് എങ്ങനെ ജോയിനിങ് കൊടുക്കാം. ചില ആളുകൾ ബഹുമിടുക്കന്മാരാണ്, പറഞ്ഞു കേട്ടില്ല, അവർക്ക് യാതൊരു ടെക്നോളജി ഇല്ല, പ്രൊഡക്റ്റിനെ കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷേ അവരുടെ അടുത്തുകൂടെ ആര് വന്നാലും പിടിച്ചവര് RCMൽ ജോയിൻ ചെയ്യിപ്പിക്കും. എങ്ങനെയാണ് ഇത്ര ആളുകളെ ഇവർ ജോയിൻ ചെയ്യിപ്പിക്കാൻ അറിയത്തില്ല. ശരിയല്ല സാറേ? 10-30 ആളുകളാണ് ഒരു മാസം ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. ഒരു ടെക്നിക്കൽ ലെക്ചർ പറഞ്ഞു, സാറേ എനിക്ക് PPT ഉണ്ടാക്കാൻ അറിയാം, ക്ലാസ് എടുക്കാൻ അറിയാം, കമ്പ്യൂട്ടർ അറിയാം, വണ്ടി ഓടിക്കാൻ അറിയാം, പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ അറിയാം, പക്ഷെ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ അറിയാം, എന്നെ കൊണ്ട് പറ്റാത്ത കാര്യം. എന്താ പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അയാളും ടെക്നിക്കൽ ലെക്ചറായി. സോ ഒരു കഴിവ് മാത്രം വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. സോ നമുക്ക് ഗ്രോത്തിനുള്ള വഴികൾ എന്തൊക്കെയാണ്? പുതിയ ജോയിനിങ്. രണ്ടാമത്തെ ഓപ്ഷൻ ആക്ടിവേഷൻ ഓർ ടെർമിനേറ്റഡ് ID. പുതിയ ആൾക്ക് ഒരുപക്ഷെ അറിയില്ല എന്താന്ന്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു,
RCMൽ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളിൽ 90% പേരും ഒരു വർഷത്തിനുള്ളിൽ RCM വിട്ടുപോകും. കാരണം അവരന്വേഷിക്കുന്നത് RCMൽ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ വിട്ടുപോകുന്നു. ആരുടെ കുറ്റമാണ്? നമ്മൾ പറയും അവരുടെ കുറ്റമാണ്. ശരിക്കും ആരുടെ കുറ്റമാണ്? നമ്മുടെ കുറ്റമാണ്. കാരണം അവരന്വേഷിക്കുന്നത് RCMൽ ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ മാത്രം നമ്മൾ വളർന്നില്ല. RCM വളർന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് കാര്യം അറിയാം, എല്ലാ കാര്യവും അറിയാം. RCM മാത്രം അറിയത്തില്ല. RCM നമ്മളാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ അവർക്ക് വേണ്ടത് ഇതിലുണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മൾ പഠിച്ചാൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ 6 മാസം തുടർച്ചയായി പർച്ചേസ് ഇല്ലാതെ ഇരുന്നാൽ അവരുടെ ID ടെർമിനേറ്റ് ആകും. അവരെ തിരിച്ചു കൊണ്ടുവരാൻ പുതിയ ഒരാളെ കൊണ്ടുവരുന്നതിനേക്കാൾ എളുപ്പമാണ്. ഒരാളോട് കാര്യം പറഞ്ഞ് അവരെ കൊണ്ടുവരണമെങ്കിൽ അതിന് നിങ്ങൾക്ക് 85% എഫർട്ട് വേണമെന്ന് കരുതിയാൽ നിർത്തിക്കളഞ്ഞ അല്ലെങ്കിൽ ടെർമിനേറ്റ് ആയ ഒരാളെ തിരിച്ച് ആക്ടിവേറ്റ് ആക്കാൻ നമുക്ക് 15% എഫർട്ടേ ആവശ്യമുള്ളൂ. ഈ 15% എഫർട്ട് ഇടുന്നതിന് പകരമാണ് അതിൻ്റെ 4 ഇരട്ടി 6 ഇരട്ടി എഫർട്ട് ഇട്ടുകൊണ്ട് നമ്മൾ ഒരാളെ കാണാനായിട്ട് അല്ലെങ്കിൽ ഒരാളെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് സീനിയർ, അതായത് ഒരു 1.5 വർഷത്തിൽ കൂടുതൽ RCMൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾ അറിയാതെ മറ്റുള്ളവരെ കൊണ്ടുവന്ന ധാരാളം ആളുകൾ RCMന്റെ ABCD മനസ്സിലാക്കാതെ, ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാതെ കിടക്കുന്നുണ്ടാകും. അവരെയൊക്കെ തട്ടി ഉണർത്തുക. പിന്നെ ഇൻക്രീസ് യൂസേജ്, ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക. എങ്ങനെ ഉപയോഗം വർദ്ധിപ്പിക്കുക? പ്രൊഡക്റ്റ് നോളജ്. RCMൽ ലേറ്റസ്റ്റ് ആയി വന്ന ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് മധു സംയമരസ്. എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട് മധു സംയമരസ്? വളരെ കുറച്ച് പേര് ഉപയോഗിക്കുന്നുള്ളൂ. ആർക്ക് വേണ്ടിയുള്ളതാ? എന്തിനു വേണ്ടിയുള്ള പ്രൊഡക്റ്റാ? യെസ്, ഷുഗർ ഇല്ലാത്തവർ ഉപയോഗിക്കണ്ട. യെസ്, നമ്മുടെ ശരീരത്തിലെ സിസ്റ്റം മുഴുവൻ കറക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ആയുർവേദ കൂട്ടാണത്. ഒരു പ്രൊഫഷണൽ ഒരു 1 വർഷങ്ങളോളം നടത്തിയ ഗവേഷണത്തിന്റെ ഫലമായി അതിൽ കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഷുഗർ ഉള്ള ആളുകൾക്ക് ഷുഗർ ക്യൂർ ആവുന്നു, നോർമൽ ആകുന്നു. ഡയബറ്റിക് റിവേഴ്സൽ എന്ന് പറയുന്ന പ്രോസസ്. അതിനോടൊപ്പം ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനും നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും അത് സഹായിക്കുന്നു. അതുകൊണ്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും അത് ശീലിക്കുക. ഒരു ഡോസ് ഡെയിലി കഴിക്കുന്ന നല്ലതാണ്. ഷുഗറോ അതുപോലെ എന്തെങ്കിലും അസുഖമുള്ളവരാണെങ്കിൽ ഇവൻ 2-3 നേരം അവരുടെ ആരോഗ്യ പ്രശ്നത്തിന്റെ തീവ്രത അനുസരിച്ച് 3 നേരം വരെ കഴിക്കാം. ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഒരു ഡോസ് മധുസയം കഴിച്ചോളൂ. തീവ്രമായ ഷുഗർ അല്ലെങ്കിൽ BP അത്തരത്തിലുള്ള എന്തെങ്കിലും ക്രോണിക് ഡിസീസ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ ഇവിടെ ഇരിക്കുന്ന ആരും ഒരു സജഷൻ കൊടുത്തിട്ടില്ല. അതിന്റെ ഫോർമുല നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. ഡിപ്പോയിൽ സാധനം വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. ശരിയാണോ? യെസ്. സോ ഈ പ്രൊഡക്റ്റ് വന്നത് ആളുകളെ അറിയിക്കുക എന്നൊരു ചെറിയ പണി നമ്മൾ ചെയ്താൽ നമ്മുടെ യൂസേജ് കൂടും. ഗുഡ് ഡോട്ടിൽ ഇഷ്ടംപോലെ ഉൽപ്പന്നമുണ്ട്. അഖിൽ മാഡം പറഞ്ഞു ILCT, ഇന്ത്യ ലെറ്റ്സ് കുക്ക് ടുഗദർ. വെജിറ്റേറിയൻ ബൈറ്റ് ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചു മറിച്ച് നോക്കും. ഇത് ഇറച്ചി പോലെ വെക്കാന്ന് പറയും. വീട്ടിൽ കൊണ്ടുപോകും. അവർ ആദ്യം തന്നെ അത് വെട്ടിമുറിച്ച് ഒരു 10 പ്രാവശ്യം നന്നായിട്ട് കഴുകും. അങ്ങനെയല്ലേ ഇറച്ചി വെക്കണത്? എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് ക്ലാസിക് ആയിട്ട് ഉണ്ടാക്കാം. വൈഫിന്റെ വീട്ടിൽ ഇത് അധികം ഒന്നും ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. നമ്മൾ വരുമ്പോൾ അത് കൊണ്ടുവരും, എന്നിട്ട് പുള്ളിക്കാരത്തിനെ ഉണ്ടാക്കി കാണിക്കും. അങ്ങനെ കഴിച്ച് രസം പിടിച്ചു. ഇപ്പോൾ അമ്മയ്ക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ വരുമ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഉണ്ടാക്കി നമ്മളെ കാണിക്കണം. വേറെ ആരും കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. മിനിങ്ങാന്നൊക്കെ വെജിറ്റേറിയൻ കറി ഉണ്ടാക്കി എന്നറിയോ? ഒരു ILCTക്കും പോയിട്ടില്ല. വീട്ടമ്മമാരൊക്കെ ബഹുമിടുക്കരാണ് പാചകത്തില്. ഈ സാധനം എന്താണ്, എങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് ആ വെജിറ്റേറിയൻ ബൈറ്റിന്റെ? ഏത് നോൺ വെജിറ്റേറിയനും പകരം എക്കണോമിക്കലാണ്, സേഫ് ആണ്, കൊളസ്ട്രോൾ ഇല്ല, ആവശ്യത്തിന് ഫൈബർ അതിനകത്തുണ്ട്, എന്താ പറയാ, ഫാറ്റ് തീരെ ഇല്ല. ഏത് നോൺ വെജിനും പകരമായിട്ട് ഉപയോഗിക്കാം. അത് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പഠിക്കണം. ഇപ്പൊ യൂസേജ് വർദ്ധിപ്പിക്കാൻ ഇത്തരത്തിൽ വേറൊന്നും വേണ്ട. നിങ്ങളുടെ ടീമിൽ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളോട്
ആ ഫാമിലിയിൽ നിന്ന് ഒരാളെങ്കിലും ILCTയിൽ ജോയിൻ ചെയ്യാൻ പറയാം. അവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസം കൊണ്ട് അവർ ഗുഡ് ഡോട്ടിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും കൊണ്ടും പലതരത്തിൽ ഇതുണ്ടാക്കാൻ പഠിക്കും. നൂഡിൽസ് ഉണ്ടാക്കാൻ സാധാരണ ഇത് നമുക്കൊരു പരിപാടിയേ ഉള്ളൂ, ഒറ്റ മെത്തേഡേ ഉള്ളൂ. പക്ഷേ ഗുഡ് ഡോട്ട് നൂഡിൽസ് എത്ര തരത്തിലാണ് പഠിപ്പിക്കണേ അല്ലേ? അത് ഓരോന്നും ഉണ്ടാക്കി ഇതെന്തൊരു ടേസ്റ്റാണ്. കഴിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ, കേട്ടാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അതെന്ത് ചെയ്യണം? നമ്മൾ ടീമിലുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. സോ യൂസേജ് സെയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ചിലര് പറയും, കഴിഞ്ഞ ദിവസം ചോദിച്ചു, അല്ല ഇതിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ സെയിൽ ചെയ്യണോ? നിർബന്ധമൊന്നുമില്ല. സെയിൽ ചെയ്താൽ കുറേ നേട്ടങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യമാണ് ക്യാഷ്. പാലക്കാടുള്ള ഒരു മാഡം പറയും, RCMന്റെ ഷോപ്പ് എൻ്റെ ATM ആണ്. എനിക്ക് എപ്പോൾ പൈസ ആവശ്യമുണ്ടോ ഒരു ബിഗ് ഷോപ്പറുമായിട്ട് ഞാൻ BUC പോകും, ഒരു ബാഗ് നിറച്ച സാധനം വാങ്ങിക്കും, അതുമായിട്ട് 10 വീട്ടിൽ പോകും, വിറ്റ് കാശാക്കും. എത്ര എളുപ്പം. ഏത് പ്രൊഡക്റ്റാണ് വിൽക്കാൻ പറ്റാത്തത്? ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു 3 സെന്റൻസ് പറയാൻ പഠിക്കണം. ചിരിച്ചോണ്ട് വേണം പോകാൻ. ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് വിൽക്കാം. ശരിയാണോ? ഏത് പ്രൊഡക്റ്റും അതിന് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പൊ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിനുള്ള സപ്പോർട്ട് കൊടുക്കണം, ആ പ്രൊഡക്റ്റ് ലഭ്യമാക്കണം. ഗുഡ് ഡോട്ടിന്റെ ടാർഗറ്റ് വന്നു 8000 PV ഒറ്റ ദിവസം കൊണ്ട് ആ PV കംപ്ലീറ്റ് ചെയ്ത ആളുകളുണ്ട്. ഗാമ ഒറിജിനൽ ഇപ്പോ അങ്ങനെപാട് ഓർമ്മിപ്പിച്ചു. ഗാമ ഒറിജിനൽ ടാർഗറ്റ് എന്താണ്? ടാർഗറ്റ് 100 ഗാമ ഒറിജിനൽ സ്വന്തം ഐഡിയിൽ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ധുരി ഫാക്ടറി വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. വെറുതെ ഫാക്ടറി കാണുകയല്ല, ഒരു 4 സ്റ്റാർ ഹോട്ടൽ താമസിച്ചുകൊണ്ട് നല്ലൊരു ടൂർ പോലെ ആയിരിക്കും. നിങ്ങൾ ചെല്ലുന്ന ദിവസം നിങ്ങൾക്ക് അവിടുന്ന് എന്താ പറയാ, വളരെ പ്രീമിയം ലഞ്ച് കിട്ടുന്നുണ്ടാകും. നിങ്ങളെ ഫാക്ടറി വിസിറ്റിന് കൊണ്ടുപോകും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ രാത്രി ഗാല ഡിന്നർ ആൻഡ് എന്റർടൈൻമെന്റ് സെലിബ്രേഷൻ ഇതെല്ലാം ഉണ്ടാകും. മാത്രമല്ല ആ ബാച്ചിൽ പങ്കെടുക്കുന്ന ആളിന് ഏറ്റവും ടോപ്പ് അച്ചീവേഴ്സ് 10 പേർക്ക് സ്പെഷ്യൽ പുരസ്കാരങ്ങളും റെക്കഗ്നിഷൻ ഉണ്ടാകും. അന്ന് അവിടെ തങ്ങി പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. അതിനെന്ത് ചെയ്യണം? 100 ഗാമ ഒറിജിനൽ ജൂൺ മാസം മുതൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 4 മാസവും കൂടെ ചേർത്ത് 100 എണ്ണം പർച്ചേസ് ചെയ്താൽ മതി. അപ്പോ ചിലരുടെ സാറേ എനിക്ക് തന്നെ പോകാൻ പറ്റില്ല, എൻ്റെ അല്ലെ വീട്ടിൽ നിന്ന് ഭർത്താവിനെ കൂടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യയും കൂടെ കൊണ്ടുപോകണം. ആയിക്കോളൂ. സാധാരണഗതിയിൽ ഒരാൾക്ക് 100 ആണെങ്കിൽ 2 പേർക്ക് 200 അല്ലേ? പക്ഷേ RCMും AP ഓർഗാനിക്സും നമ്മുടേതാണ് അല്ലേ? അതുകൊണ്ട് വളരെ ലിബറലാക്കി 150 ചെയ്താൽ മതി. അപ്പൊ ചില പറയും സാറേ കുട്ടികളുണ്ട്, ഒരു കുഴപ്പമില്ല, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുവരാം, ഒന്നും വേണ്ട. 5 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ ഒരു കുഞ്ഞിന് 20 എണ്ണം, അവിടെയും ഡിസ്കൗണ്ട്. ആലോചിച്ച് നോക്കുക, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എക്സ്കർഷന് പോകാൻ അനുവാദം കിട്ടാഞ്ഞിട്ടോ പൈസ ഇല്ലാത്തോണ്ടോ പോകാതെ വ്യസനിച്ച് നടക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ കൂടെയുണ്ട്, ഈ ഹാളിലുണ്ടെന്ന് എനിക്കറിയാം. ശരിയല്ലേ? ഉണ്ണിയേട്ടൻ മതി, യെസ്, ഞാൻ ആ കൂട്ടത്തിലുണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏതൊരു സാധാരണക്കാരനും പറ്റുന്നതാണ്. എന്താണ് ഗാമോസിന്റെ പ്രത്യേകത? നിങ്ങൾക്ക് പേര് പറയാൻ അറിയാവുന്ന ഏത് അസുഖത്തിനും മരുന്നാണ്, പ്രതിരോധമാണ്, പരിഹാരമാണ്. ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഏത് തരത്തിൽ നിങ്ങൾക്ക് അവരെ എവിടെയും കൺവിൻസ് ചെയ്യാം. നിങ്ങൾക്ക് യൂട്യൂബിലോ, നിങ്ങൾക്ക് വെബ്സൈറ്റിലോ, നിങ്ങളുടെ ലീഡേഴ്സ് മുഖാന്തരമോ, നിങ്ങളുടെ PPT മുഖാന്തരമോ, ആ മലയാളത്തിലുള്ള ബുക്ക് മുഖാന്തരമോ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞു 100 അല്ല 200 ഗാമാർസിനോൾ ഈ ഹാളിലിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും സെയിൽ ചെയ്യാൻ പറ്റും, വേണമെന്ന് വിചാരിച്ചാൽ. ആര് വിചാരിക്കണം? വേണമെന്ന് ഞാൻ വിചാരിച്ചാൽ പോരാ, അവനവൻ വിചാരിക്കണം. കാരണം ഇത് ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. ഓൾറെഡി 100 കംപ്ലീറ്റ് ചെയ്തിട്ട് എത്ര പേരുണ്ട് ഇവിടെ? ആരെങ്കിലും ഉണ്ടോ? യെസ്, വേണു സാർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, 3-4 പേര് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നു, നിങ്ങൾ തീരുമാനിച്ചാൽ അത് നടക്കും. ആൻഡ് ഇറ്റ് ഈസ് ഹാപ്പനിങ്. നമ്മൾ രാജഗിരിയിലെ പ്രോഗ്രാം ഗാമ ഹീറോ ഇവന്റ് നടത്തിയിരുന്നു. 250-ലധികം ആളുകൾ 2 വർഷം 3 വർഷം മുമ്പാണ് 100 പീസിൽ കൂടുതൽ സെയിൽ ചെയ്ത ആളുണ്ടായിരുന്നു. സോ ഞാൻ പറയുന്നത്, സെയിൽസ് പ്രൊമോട്ട് ചെയ്യുക. ടാർഗറ്റ് ഇപ്പോ ഈ ഗാമയുടെ പറഞ്ഞ ടാർഗറ്റ് ആണ്. കമ്പനി തരുന്ന ടാർഗറ്റും ഉണ്ടാകും, ബ്രാൻഡ് പാർട്ട്നേഴ്സ് തരുന്ന ടാർഗറ്റ്സ് ഉണ്ടാകും. ഏത് വേണമെങ്കിലും നമ്മൾ അറിയണം, നമ്മൾ ടീമിൽ പ്രൊമോട്ട് ചെയ്യണം.
പിന്നെ ഗ്രോത്തിന് സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓപ്പണിംഗ് ഓഫ് ന്യൂ POS. POS പറഞ്ഞാൽ പോയിന്റ് ഓഫ് സെയിൽ. നല്ല ഔട്ട്ലെറ്റുകൾ, ധാരാളം പുതിയ ഔട്ട്ലെറ്റുകൾ നല്ല രീതിയിൽ വരുന്നു. പ്രീമിയം ക്വാളിറ്റി ഔട്ട്ലെറ്റുകൾ. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വണ്ടർവേൾഡ് പ്രൈം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. കോഴിക്കോട് വണ്ടർവേൾഡ് ഉണ്ട്, എറണാകുളത്ത് വണ്ടർവേൾഡ് ഉണ്ട്, ആലുവയിൽ വണ്ടർവേൾഡ് ഉണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഒന്നുകൂടെ മനോഹരമാക്കിയിരിക്കുന്നു. ആളുകൾക്ക് നല്ലത് കാണാനാണ് ഇഷ്ടം. ശരിയാണോ? യെസ്. ഞാൻ പറയുന്ന ഉദാഹരണം എങ്ങനെയാവും എനിക്കറിയില്ല, അതിനകത്ത് വല്ല നെഗറ്റീവ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരു സർക്കാർ സ്കൂളിൽ പോകുന്ന ഒരു പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, യൂണിഫോം നിർബന്ധമൊന്നുമല്ല, അപ്പം ഷർട്ട് യൂണിഫോമാണ്, അവിടെ ഷൂവും ചപ്പലൊന്നും നിർബന്ധമില്ല, അതൊന്നും ഇട്ടിട്ടില്ല. ഓക്കെ, പുള്ളിയുടെ കയ്യിൽ കീറി പറഞ്ഞ 2-3 ബുക്കുണ്ട്. ഓക്കെ, ആ കുട്ടി നന്നായിട്ട് പഠിക്കുന്ന. തൊട്ടടുത്ത ഒരു പ്രൈവറ്റ് സ്കൂളിൽ ആ പോകുന്ന കുട്ടി ഷൂ, സോക്സ്, ഫുൾ യൂണിഫോം, ബെൽറ്റ്, അവരുടെ ID കാർഡ്, പിന്നെ ഒരു ബാഗ് എല്ലാം ഇട്ട് കുട്ടപ്പനായിട്ട്. 2 പേരും 4ാം ക്ലാസ്സിലാണ്. ഈ കൊച്ചു ചിലപ്പോൾ ശരിക്കും പഠിക്കലായിരിക്കും. സർക്കാർ സ്കൂളിലെ കൊച്ചു നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും. ആരെ കാണുമ്പോഴാണ് ഇഷ്ടം തോന്നുക? ഹലോ, ശരിയല്ലേ? ആ പ്രൈവറ്റ് സ്കൂളിൽ പോകുന്ന കൊച്ചിനെ കാണാനാണ് എനിക്കിഷ്ടം. ശരിയാണോ? അതാണ് പ്രീമിയം ഔട്ട്ലെറ്റുകളുടെ റിസൾട്ട്. റോഡിൽ പോകുമ്പോൾ ആ കട കാണുമ്പോൾ അതിനകത്തൊന്ന് കയറണമെന്ന് ആളുകൾക്ക് തോന്നണം. അത്തരത്തിൽ അട്രാക്റ്റീവായിട്ട്, അതാണ് ഇപ്പോഴത്തെ പുതിയ ഡിസൈൻ. നമ്മുടെ സുജി സാറിൻ്റെ ഷോപ്പിലേക്ക് കയറി ചെന്നാൽ വീണ്ടും വരാൻ തോന്നുമോ? യെസ്, സംശയമില്ലല്ലോ. അതേപോലെ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ധാരാളം പ്രൊഡക്റ്റുകളുള്ള ധാരാളം ഔട്ട്ലെറ്റ് ഇനിയും നമുക്ക് വരണം. അങ്ങനെ ഔട്ട്ലെറ്റുകൾ വരുന്നതും നമ്മുടെ ഗ്രോത്തിനെ സഹായിക്കുന്ന സംഗതിയാണ്. ഇനി ഇതിനൊക്കെ ഓരോന്നിനെ കുറിച്ചും ഒത്തിരി വിശദമായിട്ട് പറയാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സമയം കുറച്ച് കുറവാണ്. ജോയിനിങ്, നമ്മളിൽ പല ആളുകളും ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാ? എന്താണ് RCM എന്ന് ചോദിച്ചു വന്ന് RCM ജോയിൻ ചെയ്ത ആളുകളുണ്ടോ? ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റിന് പുരസ്കാരം നേടാൻ പോകുന്ന വേണു സാറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാറ് എനിക്കൊരു ID തരണമെന്ന് പറഞ്ഞ് JP സാറിന്റെ വീട്ടിൽ 3 പ്രാവശ്യം പോയി എന്നാ പറഞ്ഞു കേട്ടോ. നമ്മളൊരാളെ കാണാൻ, നമ്മളോട് ജോയിൻ ചെയ്യണമെന്ന് പറയാൻ 30 പ്രാവശ്യം പോകും. ശരിയല്ലേ? പക്ഷെ എനിക്കൊരു ID തരണമെന്ന് പറയാനായിട്ട് സാറ് 3 പ്രാവശ്യം JP സാറിൻ്റെ അടുത്ത് പോയി എന്നാ പറഞ്ഞു. എന്നിട്ട് കാണാൻ പറ്റില്ല. അവസാനം നാരായണേട്ടനോട് പറഞ്ഞ് ഒരു ID വാങ്ങിച്ചു. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പോയി ചോദിച്ച് RCMൽ വന്ന ആളുകൾ എത്ര പേരുണ്ട്? യെസ്, ഒരു 3-4 പേര് ഇവിടെ ഉണ്ട്. ആലോചിച്ച് നോക്ക, എത്ര ആളാ മാഡം ഉണ്ട്. എത്ര ഭാഗ്യമുള്ളവരാണെന്നറിയാം. നമ്മളൊക്കെ നിർബന്ധത്തിന് വിധേയരായി വന്നവരാണ്. അങ്ങനെ നിർബന്ധത്തിന് വിധേയരായി വന്ന ആളുകൾ മെമ്പർഷിപ്പ് എടുത്ത് കഴിയുന്നതോടുകൂടി അവർക്ക് സമാധാനം, ശല്യമില്ലല്ലോ. ഞാനും അങ്ങനെ വിചാരിച്ചത്. ഈ 1500 രൂപ അന്ന് കൊടുക്കാൻ പറ്റുകയില്ല, അതെങ്ങനെയെങ്കിലും ശല്യം ഒഴിവാക്കാൻ വേണ്ടി ആ കിറ്റ് വാങ്ങിച്ചു. അത് തയ്പ്പിക്കണമെങ്കിൽ 600 രൂപ, അത് കൊടുക്കാനില്ല. ഞാനത് ഉപേക്ഷിച്ചതായിരുന്നു. ജോയിനിങ്ങിൽ ആക്സിഡന്റൽ ജോയിനിങ്, യാത്ര ചെയ്യുമ്പോൾ, അമ്പലത്തിൽ പോകുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ, കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ ഒരാളെ കാണുന്നു, അവരോട് വർത്താനം പറയുന്നു, RCMനെ കുറിച്ച് പറഞ്ഞു, കേൾക്കുമ്പോൾ അവർക്ക് താല്പര്യം തോന്നുന്നു, അന്നാ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ജോയിൻ ചെയ്യും. അങ്ങനെ സംഭവിക്കാറുണ്ടോ? അങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇന്നലെ കാസർഗോഡ് ചെന്നപ്പോൾ അവിടുത്തെ റോയൽ ടച്ചീവർ, ഇന്നലെ അവിടെ നടന്ന പ്രോഗ്രാമിന്റെ ലീഡറായിട്ടുള്ള ഇന്ദു മാഡം, അവരെ ജോയിൻ ചെയ്യിപ്പിച്ച ആള് സജീവേ അല്ല. മെമ്പർഷിപ്പ് കൊടുത്തു, അവർ പോയി. അവര് ജോയിൻ ചെയ്തിട്ട് ആരും അവരെ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി അവർ 10,000 രൂപയുടെ സാധനം എടുത്തു, ഡിസ്പ്ലേ അവാർഡ് ആക്കി, അതും കൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ ആള് ചോദിക്കുക, എടോ തന്റെ കെട്ട് 1 ലക്ഷത്തിൽ കൊണ്ട് വരുമാനം കിട്ടുന്നത്, പിന്നെ എന്തിനാ ഈ കച്ചവടത്തിന്? നാണമില്ലേ നിനക്ക്? അവര് മൈൻഡ് ചെയ്തില്ല, അവര് പൊയ്ക്കൊണ്ടേയിരുന്നു. ഇപ്പോ അവര് റോയൽ ടച്ചീവറാണ്. അവരുടെ ടീമിൽ റോയൽ ടച്ചീവർ സ്റ്റാർ വന്നു. 4 വണ്ടർവേൾഡ് ക്യുക്കുകൾ അവരുടെ ടീമിൽ വന്നു. അവർ പറഞ്ഞു, ആര് പറഞ്ഞാലും ഇത് ഞാൻ നിർത്തുന്ന പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത്, യാദൃശ്യമായിട്ടൊരു RCMൽ വന്നാലും അവർക്ക് ഇതിന്റെ ഓപ്പർച്യൂണിറ്റി മനസ്സിലായാൽ അവർ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഓപ്പർച്യൂണിറ്റി മനസ്സിലായില്ലെങ്കിൽ എന്താകും? ടെർമിനേറ്റ് ആയി പോകും. അപ്പോൾ ഓപ്പർച്യൂണിറ്റി മനസ്സിലാകണം. രണ്ടാമത്തെ കാര്യം, കമ്പൽസറി. RCM നല്ലതാണ്, ആവശ്യമുള്ള അന്ന് മനസ്സിലായി. ആരോടാണോ നിർബന്ധപൂർവം പറയാവുന്നത് അവരോടൊക്കെ പറഞ്ഞ് ഡോക്യുമെന്റ് വാങ്ങിച്ച് പേര് ചെയ്യും. ആളിനോട് പറയും, ഒരു 2000 രൂപ ഇങ്ങെടുക്ക്,
നിനക്ക് ആവശ്യമുള്ള ഒരു സാധനം എടുത്തോ. അളിയൻ പറയുന്നല്ലേ, അമ്മാവൻ മരുമനോട് പറയുന്നു, അച്ഛൻ മക്കളോട് പറയുന്നു, സഹോദരിയോട് പറയുന്നു. അങ്ങനെ നിർബന്ധപൂർവം 2000 രൂപ മേടിച്ചു, സാധനം കൊടുത്തു, ഡോക്യുമെന്റ് വെച്ചു, രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്തിട്ട് സമാധാനമായി, മറ്റവർക്കും സമാധാനമായി. അവർക്ക് ആശയം മനസ്സിലായില്ല. അവിടുന്ന് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ശരിയാണോ? മൂന്നാമത്തെ എന്താണ്? അണ്ടർ ഒബ്ലിഗേഷൻ. ഞാൻ ഈ പറഞ്ഞില്ലാത്ത അതും വന്നു. ശരിയല്ലേ? അമ്മാവൻ പറയുമ്പോൾ ഓ. എന്നാൽ ബേസ്ഡ് ഓൺ നെസസിറ്റി, അടുത്ത റീസൺ, മുട്ടുവേദന കലശലാണ്. ആർസിഎമ്മിൽ ഒരു മരുന്നുണ്ടെന്ന് കേട്ടു. ശരിയാണോ? യെസ്. അപ്പോ ഇത് മേടിക്കുമ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാണ്, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഓ ആയിക്കോട്ടെ, അതിനെന്താ വേണ്ടേ? ആധാർ വേണം, ഫോട്ടോ വേണം. ആ തന്നു. 6 മാസം ബീജം ഉപയോഗിച്ച് മുട്ടുവേദന മാറി. സലാം. ശരിയാണോ? ഹരിത സഞ്ജീവിനി ഉപയോഗിച്ചാൽ വാഴയ്ക്ക് വിളവ് കൂടുതൽ കിട്ടും. ഓക്കെ, ജോയിൻ ചെയ്തു. വാഴക്കൊല വെട്ടി തീർന്നു. അങ്ങനെ ഒത്തിരി ജോലികളുണ്ട്. വലിയൊരു ശതമാനം നമ്മുടെ ടീമിൽ വന്നിട്ടുള്ള ജോയിനിങ്ങിൽ ഭൂരിപക്ഷവും ഈ കാറ്റഗറിയാണ്. ഈ 4 യഥാർത്ഥത്തിൽ റിയലൈസിംഗ് ദ ഓപ്പർച്യൂണിറ്റി, സാധ്യത മനസ്സിലാക്കി വരുന്ന ആളുകളെ നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ. ഈ 90% ആളുകൾ വിട്ടുപോകുന്ന വരെയുള്ള കാരണം എന്താണ്? അവരിൽ 90% ആളുകളും ഈ കാറ്റഗറി ആയിരിക്കും. പുതിയ ആളുകളെ അന്വേഷിക്കുന്നതിന് പകരം വന്ന ആളുകൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുക്കാൻ എന്ന് നിങ്ങൾക്ക് കഴിയുന്നോ, നിങ്ങളുടെ ടീമിൽ നിന്ന് ഒരാൾ പോലും വിട്ടുപോകില്ല. അതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് ആർസിഎമ്മിൽ വന്നിട്ടുള്ളത്. ഇന്നും ഉന്തിത്തള്ളി പിടിച്ചു കെട്ടി കൊണ്ടുവന്ന ആളുകൾ ഈ കൂടെ വന്നിട്ടുണ്ട്, എനിക്കറിയാം. ശരിയല്ലേ? കൈവെക്കുന്ന ശരിയാണ്. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ ഒരു മീറ്റിംഗ് ഇന്നൊന്ന് പാടൂ. അപ്പൊ അയാൾ വിചാരിക്കും പണ്ടാരടങ്ങാനായിട്ട് ഇവനെ കൊണ്ട് ഒരു ശല്യമില്ല, ഇന്ന് ഈ മീറ്റിങ്ങിന് പോയിട്ട് ഞാൻ കാണിച്ചു കൊടുത്തേക്കാം, മേലാൽ ഇവനും ആർസിഎം മീറ്റിങ്ങിന് പോകരുത്. അതിന്റെ പോരായ്മ എന്താന്ന് എഴുതാൻ വേണ്ടി ഡയറിയും പേരെങ്കിലും വന്നിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ വന്നപ്പോഴേ മനസ്സിലാകുന്നത്, ഷോ ദൈവമേ അബദ്ധമായി പോയി, നേരത്തെ വരേണ്ടതായിരുന്നു. ആർസിഎമ്മിൽ വന്ന പല ആളുകളും ഇല്ല സിനിമയുടെ അങ്ങനെ പറയുന്നത്, ഇത് നമ്മൾ നേരത്തെ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. ശരിയാണോ? യെസ്. അപ്പോ JRCM. അപ്പൊ ഇത് തിരിച്ചറിയുക, ഈ ഓപ്പർച്യൂണിറ്റി നമ്മുടെ ടീമിൽ വന്നിട്ട് ആൾക്ക് കാണിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ടെർമിനേഷൻ. എന്തുകൊണ്ടാണ് ടെർമിനേഷൻ ഉണ്ടാകുന്നത്? ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാകാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് അവരെ കണ്ടെത്തി അവരെ ടെർമിനേഷൻ ഒഴിവാക്കുക. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് കുറച്ച് വഴികളുണ്ട്. എന്താണെന്നറിയോ? ഒന്ന്, ടെർമിനേറ്റ് ആയ ആളുകളെ ഇതുപോലൊരു പ്രോഗ്രാമിലേക്ക് വിളിക്കുക. 2, നല്ലൊരു ഔട്ട്ലെറ്റിലേക്ക് അവരെ ക്ഷണിക്കുക. അവിടെ നിങ്ങൾ പോകണം. 3ാമത്തെ ഓപ്പർച്യൂണിറ്റി, അവരുടെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിലേക്ക് അവരെ ക്ഷണിക്കാം. നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ഡിസ്പ്ലേ വാളും ഉണ്ടാവണം, ധാരാളം പ്രൊഡക്റ്റും ഉണ്ടാവണം. അല്ലാതെ നിങ്ങൾ പല്ലിതാക്കാൻ എടുത്തോണ്ടിരിക്കുന്ന പേസ്റ്റ് കൊണ്ട് കാണിക്കാനാണെങ്കിൽ ആരെയും വീട്ടിലേക്ക് വിളിക്കരുത്. ഓക്കെ? ഡിസ്പ്ലേ വാൾ ഉള്ളവർ കൈ വെക്കുക. വാവ്, ധാരാളം ആളുകൾ കൊണ്ട് 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഒരു 3 മാസത്തേക്കുള്ള സ്റ്റോക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകണം. അത് ഉപയോഗിക്കുന്നതനുസരിച്ച് അത് ബില്ല് ചെയ്യാൻ വേണം, അല്ലാതെ അവിടെ വെച്ചേക്കാനുള്ളതല്ല. ആളുകളെ വിളിച്ച് കാണിച്ച് പരിചയപ്പെടുത്തി പ്രൊഡക്റ്റ് മൂവ് ചെയ്യണം. ഏതാണ്ട് 13,500-ലധികം ഡിസ്പ്ലേ വാളുകൾ എൻ്റെ ടീമിലുണ്ട്. അതൊരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഡിസ്പ്ലേ വാളുകൾ കൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നവർ എത്ര പേരുണ്ട്? യെസ്, ധാരാളം ആളുകളുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഡിസ്പ്ലേ വാൾ ഉണ്ടെങ്കിൽ അവരെ വീട്ടിലേക്ക് വിളിക്കാം. അവസാനത്തെ ഓപ്ഷനാണ് അവരുടെ വീട്ടിലേക്ക് ചെല്ലുക എന്നുള്ളത്. നിങ്ങളുടെ ടീമിൽ ടെർമിനേറ്റ് ആയ ആളുകളെ എല്ലാം നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കണമെന്നില്ല. നിങ്ങളുടെ ടീമിൽ നിങ്ങൾ അറിയാതെ വന്ന ധാരാളം ആളുകൾ ഉണ്ടാകും. അവരെ വിളിച്ച് എങ്ങനെ ആദ്യം കോണ്ടാക്ട് ചെയ്യണ്ടേ? ഹലോ സുരേഷേ, ഞാൻ ആർസിഎമ്മിൽ സ്റ്റാർ പേൾ അച്ചീവർ ആണ്, നിങ്ങളുടെ അപ്ലൈനാണ്. അപ്പം അയാൾ മനസ്സിൽ പറയും, നീ ഓടാവില്ലെന്ന് എന്ന് പറയണം. നമസ്കാരം, സുരേഷ് അല്ലേ? ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ സാവകാശമുണ്ടോ? അപ്പോ പറയൂ, ഞാൻ ആർസിഎമ്മിലുള്ള ആളാണ്. വളരെ സന്തോഷമുണ്ട് താങ്കളുമായിട്ട് പരിചയപ്പെടാൻ കഴിയുന്നതിൽ. എൻ്റെ ടീമിൽ ഞാൻ ആർസിഎമ്മിൽ വന്നിട്ട് ഇത്ര കാലമായി, ഒരു മാസം ഇത്ര ടേൺ ഓവർ നടക്കുന്നുണ്ട്, ഇത്ര ലക്ഷം രൂപ ആളുകൾക്ക് വരുമാനമായിട്ട് എൻ്റെ ടീമിൽ കൊടുക്കുന്നുണ്ട്.
ഞാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ കാര്യം പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ കാര്യം പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണാനും കാര്യങ്ങളൊന്നുകൂടെ വിശദീകരിച്ച് തരാനും എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ പുള്ളിക്ക് തോന്നുന്നു ശരിയാണ്, എൻ്റെ കുറ്റം കൊണ്ടല്ല. ശരിയാണോ? കേൾക്കാൻ തയ്യാറാവുമോ? എന്നിട്ട് ഈ ഓപ്ഷൻ നിങ്ങൾക്കും അദ്ദേഹത്തിന് സൗകര്യമുള്ള രീതിയിൽ കൊടുക്കാം. ആളുടെ പശ്ചാത്തലം ചോദിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് കൊടുക്കുക. ഒറ്റ മാസം കൊണ്ട് 40 ID ആക്ടിവേറ്റ് ചെയ്ത് 32,648 PV ഒരാൾ ജനറേറ്റ് ചെയ്തു. 40 ID ആക്ടിവേറ്റ് ചെയ്ത് 38,648 PV ആ പുതിയ ഐഡിയിൽ നിന്ന് ആ മാസം അഡീഷണൽ ആയിട്ട് ജനറേറ്റ് ചെയ്തു. ഇവിടെ ഇരിക്കുന്ന സ്റ്റാർ ആൻഡ് ലീഡേഴ്സ് എല്ലാവർക്കും ഇത്തരത്തിൽ വലിയ വോളിയം ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ ക്വാളിറ്റി റീആക്ടിവേഷൻ ചെയ്താൽ. ഓക്കെ, സോ നെക്സ്റ്റ് പ്രൊഡക്റ്റ് യൂസേജിനെ കുറിച്ച് പറഞ്ഞു. പ്രൊഡക്റ്റ് ട്രെയിനിങ്, ഡെമോൺസ്ട്രേഷൻ, എക്സ്പീരിയൻസിങ്, ടെസ്റ്റിമോണിയൽസ്, ടൂൾസ്, ഇത്രയും വഴിയിലൂടെയാണ് നമുക്ക് പ്രൊഡക്റ്റ് യൂസേജ് വർദ്ധിപ്പിക്കാൻ കഴിയുക. ടൂൾസ് എന്താണ്? ടൂൾസ് കമ്പിയും ഭാര്യയൊന്നും അല്ല കേട്ടോ. ഉണ്ടോ? ആർസിഎമ്മിന്റെ മനോഹരമായ ഒരു പ്ലാൻ ബുക്ക് ഉണ്ട്. എത്ര പേരുടെ കയ്യിലുണ്ട്? വാവ്, കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. 10 വാങ്ങിച്ചു വെച്ചിട്ടുള്ള എത്ര പേരുണ്ട്? യെസ്. ആർസിഎം ഇസ് എ ഡയറക്ട് സെല്ലിംഗ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചെയ്യേണ്ടതാണ്. നാളെ നിങ്ങളുടെ ടീമിൽ ആര് വരുമോ നിങ്ങൾക്കറിയില്ല. അവരോട് നിങ്ങൾ പറയുന്നത് കേട്ടാലും വിശ്വസിച്ചാലും ഓർമ്മ നിൽക്കാൻ സാധ്യതയില്ല. ഇനിയിപ്പോ 3 മണിക്കൂർ കൂടുതലായി പറയുന്നത്. ഇപ്പം ബക്കറ്റൊക്കെ നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുക. ശരിയല്ലേ? തുടങ്ങിയില്ലേ? എന്നാൽ ഒരു പ്ലാൻ ബുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചെങ്കിലും നമുക്ക് ഓർമ്മ വെക്കാൻ കഴിയും. നമ്മുടെ ടീമിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ എപ്പോഴും നമ്മുടെ കയ്യിൽ 2 പീസ് എങ്കിലും സ്റ്റോക്ക് ഉണ്ടാവും. നമ്മൾ നോക്കുന്നതല്ല, എപ്പോഴും ഫ്രഷ് ആയിട്ട് 2 പ്ലാൻ ബുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം മിനിമം. ഇന്നിവിടെ പ്ലാൻ ബുക്ക് അവൈലബിൾ ആണോ? സെയിൽസിന് ഷോപ്പിലുണ്ട്. ആർക്കെങ്കിലും വേണം തോന്നുന്നുണ്ടോ? പ്ലാൻ ബുക്ക് വാങ്ങിക്കാൻ ആവശ്യമുണ്ടോ? എത്ര പേർക്ക് ആവശ്യമുണ്ട്? ആവശ്യമുള്ളവർ കൈവക്കൂ. യെസ്, ഓരോന്നുള്ളവരുണ്ട്. ഒരു 10-50 പേര് പ്ലാൻ ബുക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ആരെങ്കിലും ഇവിടെ എത്തിക്കുകയാണെങ്കിൽ പ്രോഗ്രാം കഴിയുന്ന സമയത്ത് നമുക്ക് വാങ്ങിക്കാം. ഞാൻ പറഞ്ഞത് എല്ലാവരും ഒരു 10 ബുക്ക് വാങ്ങിച്ച് കയ്യിൽ വെക്കണം. എത്ര ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണം? 10 പ്ലാൻ ബുക്ക് വാങ്ങിക്കാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം? യെസ്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ടീമിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായ സംഗതി ഈ ടൂൾസിന്റെ ഉപയോഗം, പ്രൊമോഷൻ. പിന്നെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ക്ലബ്സ്, കമ്പനി ഓർ ബ്രാൻഡ് പാർട്ട്നേഴ്സ് എന്ന ടാർഗറ്റുകൾ, സെലിബ്രേഷൻ, റെക്കഗ്നിഷൻ, റിവാർഡ്. ഇന്ന് ഇവിടെ നടന്നു അച്ചീവേഴ്സിന് റെക്കഗ്നിഷൻ ഒക്കെ കൊടുക്കുമ്പോൾ പല ആൾക്കും തോന്നും, ഷോ ഇതുപോലെ എനിക്കും ഒരു ട്രോഫി കിട്ടിയായിരുന്നെങ്കിൽ. ഇന്നലെ കാസർഗോഡ് നടന്ന പ്രോഗ്രാമിൽ ഒരു ബിഗിനർക്ക് ഒരു മൊമെന്റോ കൊടുത്തപ്പോൾ അവർ ഭയങ്കര ഇമോഷണലായി. എന്താ പറഞ്ഞതറിയാമോ? എനിക്ക് 54 വയസ്സായി, ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ആരും ഇതുപോലെ ഒരു റോസപ്പൂ പോലും തന്നെ എന്നെ അനുമോദിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട് എനിക്ക് കിട്ടിയതാണ്. ഞാൻ പറയുന്നു, അവർക്കിനി സഫയർ പിന് കിട്ടിയാലും ഇത്രയും ഒരു ത്രില്ലിംഗ് ആയിരിക്കില്ല. ആദ്യമായിട്ട് കിട്ടിയ ആ ഒരു ഉപഹാരം ഇതുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ടീമിൽ വരുന്നവരെ അറിയിക്കണം. അല്ലാതെ അഖിലമേടം പറഞ്ഞല്ലേ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലല്ലേ, അതിന് പകരം നിങ്ങൾ ഹെൽത്ത് കാർഡ് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ് ഹെൽത്ത് കാർഡ് കൊടുക്കുന്നതല്ല. അവരുടെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരിക്കും. അതിനുള്ള ആ വഴി ഇവിടെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇത് നടത്തണം, ഇത് കാണിക്കണം. സെലിബ്രേഷൻ, റെക്കഗ്നിഷൻ, റിവാർഡ് അവർ നടത്തുന്നവരെ കൊണ്ടുവന്ന് കാണിക്കണം, പങ്കെടുപ്പിക്കണം. കൺസിസ്റ്റൻസി. എന്താണ് കൺസിസ്റ്റൻസി? ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ സ്ഥിരമായി വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. എത്ര പേർക്കറിയാം സ്ഥിരമായി ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചാൽ കിട്ടുന്ന നേട്ടം? ആരെങ്കിലും എനിക്ക് വിളിക്കാമല്ലോ അല്ലേ ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് കൈവക്കുന്നവരെ? ആര് വരും? അത് വേണ്ട. ഓക്കെ, ഞാനത് പറയാൻ വിളിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ടീമിൽ കമാൻഡോസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. എന്താ കമാൻഡോസ്? പട്ടാളത്തിലേക്ക് നല്ല എന്താ പറയുക
ആരെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്? എലിജിബിലിറ്റി ഉള്ളവരെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. എല്ലാവരെയും പട്ടാളത്തിലേക്ക് എടുക്കോ? ഇല്ല. പൊക്കവും മണ്ണും തൂക്കവും പഠിപ്പും ശാരീരിക ക്ഷമതയൊക്കെ ഉള്ള ആളുകൾ മാത്രമേ സെലക്ട് ചെയ്ത് പട്ടാളത്തിൽ എടുക്കുള്ളൂ. എടുത്താൽ അവരൊന്നും പട്ടാളത്തിൽ ഉണ്ടാവോ? അവർക്ക് പിന്നീട് ട്രെയിനിങ് കൊടുക്കും. അങ്ങനെ ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രമേ അവര് പട്ടാളത്തിൽ എൻറോൾ ആവുള്ളൂ. അങ്ങനെ എൻറോൾ ആയാൽ അതിൽ നിന്നും മിടുക്കരായ ആളുകളെ സെലക്ട് ചെയ്യുന്നു. അവർക്ക് വീണ്ടും ട്രെയിനിങ് കൊടുത്തിട്ടാണ് കമാൻഡോസ്. നമ്മുടെ ടീമിൽ ഇഷ്ടംപോലെ ആളുകൾ ജോയിൻ ചെയ്യും. കുറച്ച് പേര് ഉപയോഗിക്കുന്നവരായിരിക്കും, ചിലർ ജോയിൻ ചെയ്ത് സെയിൽ ചെയ്യുന്നവരായിരിക്കും, ചിലർ ഷോപ്പ് നടത്തുന്നവരായിരിക്കും. അതിലൊക്കെ കഴിവുള്ള ആളുകളെ സെലക്ട് ചെയ്യുക. ഈ ടാർഗറ്റ് ചെയ്യുന്നവരും ഈ പ്രൊമോഷൻ നടത്തുന്നവരുടെ മിടുക്കരായ ആളുകളെ കണ്ടെത്തി അവരെ പ്രൊമോട്ട് ചെയ്ത് അവരെ നിങ്ങളുടെ ടീമിലെ കമാൻഡേഴ്സ് ആക്കുക. അവരെയാണ് നമ്മുടെ ടീമിന്റെ പില്ലേഴ്സ് ആക്കേണ്ടത്. ഭാരതപ്പുഴയ്ക്ക് കുറുകെ ഒരു പാലം കിട്ടണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നല്ല പില്ലർ ഉണ്ടാക്കണം, അല്ലേ? അതേപോലെ നമ്മുടെ ടീമിൽ ആരായിരിക്കണം? സഫയർ ആകണമെങ്കിൽ ഞാൻ സഫയർ ആകുമ്പോൾ എൻ്റെ ടീമിൽ സ്റ്റാർ റൂബി വേണം, സ്റ്റാർ എമറാൾഡ് വേണം, അത്തരത്തിൽ എമറാൾഡ് വേണം. എൻ്റെ ടീമിലെ ആരൊക്കെ ആയിരിക്കും ലെവലിലേക്ക് വരുന്നതെന്ന് നമുക്ക് പ്ലാനിങ് വേണം. ആ പ്ലാനിങ് നിങ്ങൾക്ക് മാത്രം ഉണ്ടായാൽ പോരാ, അവരോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ എൻ്റെ ടീമിലെ അടുത്ത എമറാൾഡ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആർ യു റെഡി? യെസ്. ആ കുപ്പായം തയ്ക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ കുപ്പായം ഞാൻ വേറെ ആൾക്ക് കൊടുക്കും. യെസ്. Are you ready? Are you ready? Yes. അപ്പോ ഇതാണ് കൺസിസ്റ്റൻസിയുടെ ഒരു ഗ്രാഫ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അറിയത്തില്ലാത്തവർ വേണമെങ്കിൽ ഇതിനൊരു സ്ക്രീൻഷോട്ട് എടുക്കാം. ആൻഡ് നിങ്ങളുടെ ടീമിലുള്ള ആളുകൾക്ക് മുഴുവൻ ഇത് പറഞ്ഞു കൊടുക്കുക. ആരോഗ്യദായകമായ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമ്പോൾ വാങ്ങി ഉപയോഗിച്ചാൽ ചെലവ് കുറയും, ആരോഗ്യം മെച്ചപ്പെടും. സ്ഥിരമായി വാങ്ങി ഉപയോഗിച്ചാൽ വരുമാനമുണ്ടാകും. ഇത് പറഞ്ഞു കൊടുത്ത കുറെ ആളുകളെ നമ്മുടെ കൂടെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂട്ടായ്മ വളരുന്നതനുസരിച്ച് നമുക്ക് വരുമാനം കൂടി വരും. അങ്ങനെ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ പാസീവ് ഇൻകം കിട്ടുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തലമുറകളോളം വരുമാനത്തിന് വേണ്ടി നമ്മൾ എവിടെയും കൈനീട്ടേണ്ടി വരില്ല. ഇതായിരിക്കണം ആർസിഎം അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ ആളിലേക്ക് എത്തിക്കുന്ന സന്ദേശം. ഈ ഒരു ക്ലാരിറ്റി ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ ആളുകൾ പിന്നെ എവിടെയും ഇട്ടിട്ട് പോകില്ല. സോ റെഡിയാണോ? എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ കൊണ്ട് ഇത് അവസാനിപ്പിക്കാം. ഇതിൻ്റെ കുറച്ച് സ്ലൈഡുകൂടെ ബാക്കിയുണ്ട്. ഇനി അടുത്ത അധ്യായം പിന്നീട് ഒരിക്കലാകാം. അപ്പോൾ ആർസിഎം ഒരു മഹാസാഗരമാണ്. ചില ആളുകൾ അല്ലേ, കോഴിക്കോടുകാരോട് പിന്നെ കടലിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. കടലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന അല്ലേ. കടലിൽ എന്ത് കിട്ടും? എൻ്റെ വീട് കോട്ടയം ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെയുള്ള ആളുകൾക്ക് കടലെന്ന് പറഞ്ഞാൽ ടി വിയിൽ കണ്ടിട്ടുള്ള കടലേ അവരൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. കടലിൽ പോയാൽ ഒന്നും വേണ്ട, ആ കടൽ തീരത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ശാന്തത ഉണ്ടാവും, അല്ലേ? യെസ്, ശരിയാണോ? ഒന്നും വേണ്ട, അവിടെ പോയി വെള്ളം തൊടണ്ട, തീരെ തൊടണ്ട, ആ കടൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വലിയ ശാന്തത ഫീൽ ചെയ്യും. ശരിയാണോ? ഇതുപോലെ ആർസിഎമ്മിന്റെ ഒരു പ്രോഗ്രാമിൽ വന്നു കഴിയുമ്പോൾ തന്നെ പുതിയ ആളുകൾക്ക് അതൊരു പുതിയ അനുഭവമാണ്. ശരിയാണോ? അങ്ങനെ തോന്നിയോ? അങ്ങനെ തോന്നിയെങ്കിൽ നല്ലൊരു കയ്യടിയാകാം. പക്ഷേ കടലിൽ പോയി ആ ശാന്തത മാത്രം അനുഭവിച്ചാൽ മതിയോ? യെസ്. അവിടുന്ന് എന്തൊക്കെ കിട്ടും? കടലിലെ മണല്, നല്ല മിനുസമുള്ള മണല്. പണ്ട് അക്ഷരമാല എഴുതിക്കാൻ മണലിൽ എഴുതിക്കുമ്പോൾ കടലിലെ മണലിലാണ് എങ്കിൽ അതിന് കൂടുതലൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ചില ആശാന്മാരുടെ എഴുത്ത് കളരിയിൽ കടലിലെ മണലാണ്. നല്ല എന്താ പറയുക, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല തിളക്കമുള്ളത്. ആ കടലിലെ മണ്ണ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? കടൽ തീരം വരെ പോകണം, വാരിയെടുക്കണം. ദൂരം നിന്ന് കാണാൻ കിട്ടില്ല. കിട്ടുമോ? അടുത്തത്, നിങ്ങൾക്ക് ഒന്നുകൂടെ കടലിനെ ആസ്വദിക്കണമെങ്കിൽ പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങണം. ആ നൊരഞ്ഞ് പതയുന്ന തിരമാലകൾ ഇങ്ങനെ വന്ന് കാലിലടിക്കുന്നു, അല്ലേ? ഒന്ന് ഫീൽ ചെയ്ത് നോക്കിയേ. കടലിൽ പോയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല. ഉണ്ടോ ആരെങ്കിലും? ചിലപ്പോൾ ദൂരെ നിന്ന് വന്നവർ ആരെങ്കിലും കാണും കടലിൽ പോയിട്ടില്ലാത്തവർ. അങ്ങനെ കടലിൽ പോയിട്ട് വേണം പോകാനെന്ന്, കേട്ടോ, ഇവിടെ വരെ വന്ന സ്ഥിതിക്ക്. കാരണം ആർസിഎം അതുപോലെയാണ്. ആ തിരമാല ഇങ്ങനെ കാലിലേക്ക് വന്ന് അടിക്കുമ്പോൾ എന്തൊരു സുഖമാണ്. ആ ദൂരെ നിന്ന് കാണുന്നതിനേക്കാൾ ഒന്നുകൂടെ നമ്മൾ അടുത്തതിനെ ഫീൽ ചെയ്യുന്നുണ്ടോ? യെസ്. ആർസിഎമ്മിൽ മീറ്റിംഗ് വന്നിട്ട് അന്നാ കൊള്ളാന്ന് പറഞ്ഞ് പോയാൽ പോരാ. ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കണം. വീണ്ടും അത് ആസ്വദിക്കണമെങ്കിൽ ആർസിഎമ്മില്
അസോസിയേറ്റ് ബയറായി മെമ്പർഷിപ്പ് എടുത്തിട്ട് വാങ്ങി ഉപയോഗിക്കണം. അപ്പോൾ എന്ത് കിട്ടും? ആരോഗ്യം കിട്ടുന്നതിനോടൊപ്പം ചെലവ് കുറയുന്നതിനോടൊപ്പം വരുമാനം കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്കൊരു കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്യാം. കടലിൽ നിന്ന് വേറെ എന്തൊക്കെ കിട്ടും? കടലിലെ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കാം. ശരിയല്ലേ? ഒരു 2 ബക്കറ്റ് വെള്ളം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി തിളച്ച് വറ്റിച്ച് ഉപ്പുണ്ടാക്കിക്കോളും. കുറച്ച് പണി കൂടുതലാണെന്നുള്ളൂ, ഉപ്പ് കിട്ടില്ലേ? യെസ്. പക്ഷെ ആരെങ്കിലും ഇപ്പം അങ്ങനെ ചെയ്യാറുണ്ടോ? ഉണ്ടോ? അത് മണ്ടത്തരാ. എന്നാൽ ആ കടലിലെ ഉപ്പ് വലിയ രീതിയിൽ ഉണ്ടാക്കി വിറ്റ് കാശാക്കുന്നു. അതിനെന്ത് ചെയ്യണം? ടെക്നോളജി ഉപയോഗിക്കണം. യൂസ് ടെക്നോളജി. നിങ്ങൾ കുറച്ച് ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു, ഓരോരുത്തരെ വിളിച്ച് നിങ്ങൾ ആർസിഎമ്മി ജോയിൻ ചെയ്യുന്നുണ്ടോ ചോദിച്ചുകൊണ്ടിരുന്നാൽ വർഷങ്ങൾ കഴിഞ്ഞാലും ആരും ജോയിൻ ചെയ്യണമെന്നില്ല. എന്നാൽ ആ സിസ്റ്റം ഉപയോഗിക്കുക. ആളുകളെ പ്രൊഡക്റ്റുമായിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആളുകളെ പ്രോഗ്രാമിലേക്കോ ആർസിഎമ്മിന്റെ ഔട്ട്ലെറ്റുകളിലേക്കോ കൊണ്ടുവന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇനി കടലിൽ നിന്ന് വേറെ എന്ത് കിട്ടും? മീൻ പിടിക്കാം അല്ലേ? കടലിൽ മീൻ പിടിക്കാൻ ചൂണ്ടയിടാറില്ല, ഉണ്ടോ? വള്ളം, വല ഒക്കെ വേണം. അതിന് വള്ളം തുഴയാൻ പഠിക്കണം, വള്ളം വാങ്ങിക്കണം, വല വാങ്ങിക്കണം, വല എറിയാൻ പഠിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? പുള്ളിക്ക് മനസ്സിലായി. വല എറിയാൻ പഠിക്കാതെ വല എറിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ വീഴും. അങ്ങനെ അതിനെ കുറിച്ച് അറിയാമോ? ആർസിഎമ്മിന് മൾട്ടിലെവൽ മാർക്കറ്റിംഗ് ആണെന്ന് പറയാനായിട്ട് ചെല്ലുന്നത് വേറെ ആളുകളത്തേക്കായിരിക്കും. അവര് പിടിച്ച് അവരുടെ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യിപ്പിക്കും. ഹലോ, അപ്പൊ വലയെറിയാൻ പോകുമ്പോ ശരിക്കും വലയെറിയാനൊക്കെ പഠിച്ച് വള്ളം തുഴയാനുള്ള ആളെ കൊണ്ടൊക്കെ പോകണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മള് വീണു പോകും. ഇനി കുറച്ച് കൂടുതൽ മീൻ വേണമെങ്കിൽ ഈ വള്ളത്തിൽ പോയിട്ട് കാര്യമില്ല. എന്ത് വേണം? ഒരു ബോട്ട് വേണം. ബോട്ട് വാങ്ങിക്കണമെങ്കിൽ ഇച്ചിരി ചിക്കിളിയൊക്കെ വേണം. ലോഡൊക്കെ കിട്ടും ഇല്ലേ? അതിനകത്ത് വലയെറിയാനും ബോട്ട് ഓടിക്കാനും ഒക്കെ പറ്റുന്ന നല്ല ആംബിയറുള്ള ആളുകൾ വേണം. വേണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ടീമിൽ വരുന്ന ഓരോരുത്തരും അവരുടെ പൊസിഷൻ എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അവർ വന്നാലേ നിങ്ങൾക്ക് ആ പൊസിഷൻ എത്താൻ പറ്റുള്ളൂ. ഒരു ബോട്ട് മുതലാളിക്ക് ഒരു മാസം ഓരോ ദിവസവും ലക്ഷങ്ങൾ വരുമാനം കിട്ടും. എന്ത് വേണം? മേക്ക് എ സ്ട്രോങ് ടീം. അതിനെന്ത് വേണം? ഒരു ടീം ക്രിയേറ്റ് ചെയ്യാൻ ആളുകളെ കൂടെ നിർത്താൻ പഠിക്കണം, പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുക്കാൻ പഠിപ്പിക്കണം, പ്രൊഡക്റ്റ് ലഭ്യമാക്കാൻ പഠിക്കണം, കമ്പനിയായിട്ട് ബന്ധപ്പെടാൻ പഠിക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്താലേ ഈ പറഞ്ഞ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി അതൊന്നുമല്ല, കടലിൽ മുത്തും പവിഴവും ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. കേട്ടില്ലേ? അതെവിടെ കിട്ടും? ആഴക്കടലിലേക്ക് പോകണം. അതിന് വീണ്ടും പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, ഓക്സിജൻ മാസ്കും സിലിണ്ടറും ബൈനോക്കുലറും നീന്താനുള്ള സംവിധാനം ഒക്കെ വേണം. അതൊക്കെ ആയിട്ട് കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോണം. നല്ല പ്രഷർ ഉണ്ടാകും. ആ പ്രഷറിനെയൊക്കെ അതിജീവിച്ച് അടിയിലേക്ക് പോയാൽ മാത്രമേ മുത്തും പവിഴമൊക്കെ വാരിയെടുത്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ. എന്താ വേണ്ടെന്ന് തീരുമാനിക്കണം. ആര് തീരുമാനിക്കണം? ഹലോ, ഞാനും നിങ്ങളെ പോലെ ഒരു സാധാരണക്കാരനാണ്. എനിക്ക് 2 കൈയേ ഉള്ളൂ, ഒരു തലയേ ഉള്ളൂ. ഹരിതസഞ്ചിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ആൾ പറയും അത് മൂർത്തി സാറിന് ചോദിക്കണം. കീസോളിനെ കുറിച്ച് പറയുമ്പോൾ അത് മൂർത്തി സാറിന് ചോദിക്കണം. പെയിന്റിനെ കുറിച്ച് മൂർത്തി സാറിന് തന്നെ ചോദിക്കണം. എല്ലാം മൂർത്തി സാറിന് ചോദിക്കുന്നു. മൂർത്തി സാർ എവിടെ പോയി പഠിച്ചേ? ഹലോ, എയർഫോഴ്സിലെ ജോലി വേണ്ടെന്ന് വെച്ച് ആർസിഎമ്മിലേക്ക് ഞാൻ വരുമ്പോൾ ഇന്നിവിടെ പറഞ്ഞ ഒരു പ്രൊഡക്റ്റും ഉണ്ടായിരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, പ്രൊഡക്റ്റ് ഈസ് നോട്ട് ദ പ്രൊഡക്റ്റ്, ആക്ച്വൽ പ്രൊഡക്റ്റ് ഈസ് ദ ഓപ്പർച്യൂണിറ്റി. ഈ അവസരം നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി നമുക്ക് ഇത് പരമാവധി ഊർജത്തോടെ ഉത്സാഹത്തോടെ ഏറ്റെടുക്കാം. ആർ യു റെഡി? ആർ യു റെഡി? അടുത്ത പ്രാവശ്യം കോഴിക്കോട് ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പേഴ്സണലായിട്ട്